ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രിസ്മസ് കളക്ഷൻ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നല്ല ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് ഫാബ്രിക്സിലായിട്ടോ നമുക്കിത് വരുന്ന ഓഫ് വൈറ്റ് ഷെയ്ഡിൽ കോട്ടൺ വരുന്നുണ്ട്, ഓർഗൻസ വരുന്നുണ്ട്, അതുപോലെ ചന്ദേരി സിൽക്കിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഓരോ പാറ്റേണും വരുന്നത്. ഇത് നമുക്കിപ്പം ഓഫ് വൈറ്റും ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ജക്കാർഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഫുള്ളായിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ട് യോക്കിൽ സെപ്പറേറ്റ് കളർ വരും. സെയിം തന്നെ കോട്ടൺ ബോട്ടോ കോട്ടൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത ഓർഗൻസ ഫാബ്രിക്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ നമുക്ക് നല്ല ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറിയും ക്രോഷ്യയുടെ ലേസൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സെറ്റാണ്. സെയിം തന്നെ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. അത് നമുക്ക് ചന്തേരി ഫാബ്രിക്കിലാണ് ഈ ഒരു സെറ്റ് വന്നേക്കുന്നത്. നമുക്ക് ദുപ്പട്ടയും ഈ ഒരു ചന്തേരി ഫാബ്രിക്കിൽ തന്നെ വരും. അപ്പോൾ ഇത്രയും കളക്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം. ഇത് നമുക്ക് നല്ലൊരു കോട്ടൺ ചന്തേരി ഫാബ്രിക്കിൽ വന്നേക്കുന്നത് ജക്കാർഡ് വീവിംഗ് ആണ് ഫുള്ളായിട്ടും ഇതിൽ വരുന്നത്. ബാക്ക് സൈഡും സെയിം തന്നെ വരും. എന്നിട്ട് നമുക്ക് ടോപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ടാണ് ഈ ഹാൻഡ് എംബ്രോയ്ഡറി വരുന്നത്. ലാവൻഡറും ലൈറ്റ് ഒരു ബ്ലൂ ടോണിലും കൂടിയാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നമുക്കൊരു ഇവനൊരു കുർത്തിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രസമായിട്ടുള്ള ഒരു സെറ്റാണ്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട നമുക്ക് വരുമ്പം ഈ ഒരു സെയിം ടോൺ തന്നെ ആ ഒരു ലാവൻഡറും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു കളർ കോമ്പിനേഷനാണിത്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വന്നേക്കുന്നത്. ബോട്ടം നമുക്ക് വരുമ്പോഴത്തേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആയിട്ടുള്ള സെറ്റാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ വരുന്നത്. കളർ വരുമ്പോഴത്തേക്ക് ഓഫ് വൈറ്റും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും വന്നിട്ട് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ടോൺ വരും. ബാക്ക് സൈഡും ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് വരുന്നത്. ക്രോഷ്യയുടെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ ചെയ്തേക്കുന്നത്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ സെയിം ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ഇതാണ് ദുപ്പട്ട പാറ്റേൺ. ഇതിൽ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ക്രോസ് സ്റ്റിച്ചും ക്രോഷ്യയുടെ വർക്കും ആണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് വരുന്ന സെറ്റാട്ടോ. ബോട്ടം വരുമ്പോഴത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള പീച്ച് കളറിൽ കോട്ടൺ ബോട്ടം ആണ് പെയർ ചെയ്തത്. നമ്മൾ കാണുന്ന സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ്. ടോപ്പ് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ആണ് വരുന്നത്. നമുക്ക് ബാക്ക് സൈഡും സെയിം എംബ്രോയ്ഡറി പാറ്റേൺ വരുന്നുണ്ട്. ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഇതിൻ്റെ ഉള്ളിലൂടെ ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ നമുക്ക് സൈഡിലാണ് സ്ലീവിൻ്റെ പോർഷൻ. ഇങ്ങനെയാണ് സ്ലീവിൻ്റെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിൽ ക്രോഷ്യയുടെ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. ഓഫ് വൈറ്റിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലെല്ലാം കാണിക്കുന്നത്. എല്ലാം നല്ല രസമായിട്ടാണ് വരുന്നത്. ദുപ്പട്ട വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിൽ തന്നെ സെൻറ്ററിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പ്ലെയിൻ ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ട് സൈഡിൽ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ചെയ്ത് ക്രോഷ്യ ലേസുമാണ് കൊടുത്തേക്കുന്നത്. രണ്ട് ടൈപ്പ് ക്രോഷ്യ ലേസ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നമ്മൾ കാണുന്ന കോട്ടൺ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന സെറ്റാണ്. യോക്ക് പോർഷനിൽ നമുക്ക് പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക് വന്നിട്ട് അതിലും ഹക്കോബ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡും ഫുള്ളായിട്ട് ഈ ഒരു ഹക്കോബ ഡിസൈൻ വരും. സ്ലീവ് വരുമ്പോഴത്തേക്ക് സ്ലീവിൻ്റെ ക്ലോസർ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഹക്കോബ ഫാബ്രിക്കിൽ സെപ്പറേറ്റ് സൈഡിൽ അറ്റാച്ച് ചെയ്തേക്കുവാണ്. ബോർഡർ നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ നമുക്ക് വരുന്നത്. അതുപോലെ ദുപ്പട്ട നല്ല രസമാണ്. സെയിം യോക്ക് ഫാബ്രിക് തന്നെ വെച്ചിട്ടുള്ള ദുപ്പട്ടയാണ്. ഫുള്ളായിട്ടും ഇങ്ങനെ ഹക്കോബ ഡിസൈൻ വരും. വിട്ട് കുറഞ്ഞാണ് നമുക്ക് വരുന്നത്. എന്നിട്ട് സൈഡിൽ ക്രോഷ്യയുടെ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം തന്നെയാണ് പെയർ ചെയ്തത്.